ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 4-ാം തീയതി ആദിക്കുട്ടൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ആദിക്കുട്ടൻ്റെ സ്കൂളിൽ 2 പ്രാവശ്യമായിട്ടാണ് തുറക്കുന്നത്. അതായത് LKG, UKG, പിന്നെ 1 മുതൽ 5 വരെ ഒഴികെയുള്ള കുട്ടികൾക്കൊക്കെ 2-ാം തീയതി തുറന്നിരിക്കുന്നു. അപ്പം 4-ാം തീയതി തുറക്കണം 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അങ്ങനെ 2ആയിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ ആദിക്കുട്ടൻ 2-ാം ക്ലാസ്സിലേക്കാണ് ഇനി. അപ്പോൾ അവൻ ഇന്നാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ആദിക്കുട്ടന് വാങ്ങിയ ബാഗാണിത്. അതിൻ്റെ കൂടെ തന്നെ പൗച്ചൊക്കെ ഉള്ള ബാഗാണ്. അതുകൊണ്ട് നമ്മൾ വേറെ പൗച്ചോ ബോക്സോ ഒന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ ബോക്സ് അവനുണ്ട്. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്സാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സൊക്കെ ഇവരുടെ സ്കൂളിൽ തന്നെ HNC ഷോപ്പ് മുഖേനയാണ് കൊടുക്കുക. നമുക്ക് അവിടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഒരു ദിവസം ഇവരിവിടെ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. നമ്മൾ അങ്ങനെ പോയിട്ട് വാങ്ങുകയാണ് ചെയ്തത്. ഡ്രോയിങ് ബുക്ക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ബുക്ക്, പിന്നെ 4 ലൈൻസ്, 2 ലൈൻസ്, മാത്സിൻ്റെ 5 ലൈൻസ് അങ്ങനത്തെയൊക്കെ. പിന്നെ നമ്മൾ പുതിന പേപ്പർ, പെൻസില്, പിന്നെ കുറച്ച് ബുക്ക് നമ്മൾ ഇത് വേഗം കഴിയും, ചെറിയ നോട്ട് ബുക്കാവും. അപ്പോൾ കുറച്ച് ബുക്ക് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചിരുന്നു. അതാണിത്. പിന്നെ അപ്സരേൻ്റെ ഒരു കൂട് പെൻസില്, അതിൻ്റെ കൂടെ തന്നെ എറേസറും റബ്ബറൊക്കെ കിട്ടുന്നതായിരുന്നു. പിന്നെ ഒരു 2 വലിയ സ്കെയില്, 2 ചെറിയ സ്കെയില്, മാർക്കർ, പിന്നെ ഷാർപ്പ്നർ, എറേസർ, പിന്നെ ക്രയോൺസ്, ചെറിയ സ്കെച്ച് പെൻ ഒക്കെ ചെറുതാണ് വാങ്ങിച്ചേക്കണേ. കാരണം വേഗം നാശാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇത് നെയിം സ്ലിപ്പ്. പിന്നെ പേനൊന്നും ആവശ്യമില്ല, പേന വെറുതെ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു കുട വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇനി വേഗം അവർക്ക് പോർട്ട്ഫോളിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വേഗം പറയും. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കടകളില്ല, അതുകൊണ്ട് തന്നെ അപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഞാനിങ്ങനെ പൊതിഞ്ഞു, അവൻ സ്റ്റാപ്ലർ ചെയ്യും, നെയിം സ്ലിപ്പ് ഒട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2ആളും കൂടെ അതൊക്കെ ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയാക്കി ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് അപ്പം ഇനി സ്കൂളിലോട്ട് പോയാൽ മാത്രം മതി. പിന്നെ ഇവരുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ അവിടെ തന്നെ വയ്ക്കുകയാണ് ചെയ്യുക. ഹോംവർക്ക് ഉള്ളത് മാത്രം കൊടുത്തയക്കും, അല്ലാത്തതൊക്കെ അവിടെ വയ്ക്കുക. പിന്നെ ഇങ്ങനെ ക്ലാസ് ടെസ്റ്റിൻ്റെ സമയത്തോ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് കൊടുത്തയക്കുക. അതായത് അവിടെ നിന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിപ്പിക്കും, പിന്നെ നോട്ട് ബുക്കിൽ ഹോംവർക്കായിട്ട് വീട്ടിലേക്ക് തന്നയക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പഠിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.